എവറസ്റ്റിനേക്കാൾ ഏതാണ്ട് 2 കിലോമീറ്റർ ആഴം കൂടുതലാണ് ഈ കുഴിക്ക്, ഈ ഗർത്തത്തിന്. That means it is more deeper than the highest peak on the face of the earth, that is Mount Everest, by about 2 kilometers. ഏകദേശം 9 കിലോമീറ്ററോളമാണ് ഈ എവറസ്റ്റിന്റെ ഉയരം എന്നുള്ളത്. The height of Mount Everest is approximately 9 kilometers. എന്നാൽ ഏകദേശം 11 കിലോമീറ്റർ ആണ് മാരിയാന ട്രെഞ്ചിന്റെ ആഴം. But the depth of Mariana Trench is about 11 kilometers. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കൊടുമുടി എടുത്ത് ഈ മാരിയാന ട്രെഞ്ചിലേക്ക് ഇട്ടാലും അത് മുങ്ങിക്കഴിഞ്ഞ് പിന്നെയും 2 കിലോമീറ്ററും കൂടെ വെള്ളം മുകളിൽ നിൽക്കുന്നു. That means if you are able to pluck the Mount Everest from the face of the earth and lower it down into Mariana Trench, there will still remain about 2 kilometers of water above that Mount Everest. പസഫിക് ഓഷ്യനെ കുറിച്ചോ മാരിയാന ട്രെഞ്ചിനെ കുറിച്ചോ ഒന്നും അറിവില്ലാതിരുന്ന അക്കാലത്ത് മീഖ പ്രവാചകൻ എഴുതി, നമ്മുടെ ദൈവത്തെ പോലെ നിസ്തുലനായ ഒരു ദൈവം വേറെ ഇല്ല. Micah, who did not know anything about the Pacific Ocean or about the Mariana Trench, is writing that there is no God as comparable to our God. നിസ്തുലനായ നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പാപങ്ങളെ ക്ഷമിക്കുക എന്ന വിഷയമാണ്. And the incomparable God's main quality is that he forgives our transgressions. അതിന് ഉദാഹരണം പറയുന്നു, നമ്മുടെ അകൃത്യങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയുന്നെന്ന്. And in comparison to that, he says that he puts our transgressions into the depths of the sea. അതും കരുണയാലാണ് ചെയ്യുന്നതെന്നാണ് പ്രവാചകൻ പറയുന്നത്. And here the prophet is saying it is through his kindness that he is doing. എന്ന് പറഞ്ഞാൽ നിന്ന് നമുക്കറിയാവുന്നതിൽ ഏറ്റവും ആഴം കൂടിയ ആ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എവറസ്റ്റ് പോലും പൊങ്ങി വരാത്തതുപോലെ മുക്കിക്കളയുന്ന ആഴങ്ങളിൽ ഒരിക്കലും മടങ്ങി വരാത്തതുപോലെ നമ്മുടെ അകൃത്യങ്ങളെ നമ്മിൽ നിന്നും അകറ്റുന്ന ഒരു ദയാവാനായ ദൈവത്തെയാണ് നാം പിതാവേ എന്ന് വിളിക്കുന്നത്. And we call that compassionate God our Father, who takes all our iniquities and all our transgressions and puts it into the depths of the sea, so deep that even Mount Everest cannot rise up again. In that way he removes it away from our lives. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷം തോന്നുന്നുണ്ട്? Dear children of God, how many of us are really happy in the presence of God? ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ പിതാവായി ലഭിച്ചു. That we got such a God as a father in our lives. അങ്ങനെ കരുണാമയനായ ദൈവത്തെയാണ് നാം ഡാഡി എന്ന് വിളിക്കുന്നത്. And we call such a compassionate God as Abba Father. കഴിഞ്ഞ നാളുകളിൽ തന്റെ കരുണയുടെ ആധിക്യപ്രകാരം നമ്മുടെ അകൃത്യങ്ങളെ നമ്മിൽ നിന്നും അകറ്റിയ ദൈവകൃപയോർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? And can we really thank and praise God, remembering his greatness and compassion that he removed all our transgressions from our lives in the past days? വെറുതെ വൈകാരികമായി നിങ്ങളെ കുത്തിപ്പൊക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. We don't want to evoke your emotions right now. എന്നാൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഈ സത്യത്തെ നാം തിരിച്ചറിഞ്ഞാൽ ദൈവത്തിന്റെ കരുണയുടെ മഹാപ്രകാശനം നമുക്കുണ്ടാകും. But when we understand the greatness of God through the light of this world, we can realize the greatness of our God whom we serve. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എനിക്ക് ലഭിച്ചിട്ടുള്ള ആരോഗ്യം കൊണ്ടല്ല. I do not worship and praise God with the health that I have received. എനിക്ക് ലഭിച്ച ജോലിയും വീടും എനിക്കുള്ള വിസയും വണ്ടിയും ഒന്നുമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് പ്രേരകമായിരിക്കുന്നത്. None of the good things that I have received in my life, maybe my job, my good career, my house, my vehicle, that does not prompt me to worship and praise God. എന്നാൽ ഇതൊന്നും എനിക്കില്ലെങ്കിലും എൻ്റെ ദൈവത്തെ റേഷൻ കൂടാതെ മഹത്വപ്പെടുത്തുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത അപരാധങ്ങളുടെ ഭാണ്ഡത്തെ ഒരിക്കലും പൊങ്ങി വരാത്ത സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞ് എന്നെ അകൃത്യങ്ങളിൽ നിന്നും മോചിപ്പിച്ചു എന്ന ദൈവത്തിന്റെ മഹാപ്രവൃത്തിയാണ്. Even if I don't have any kind of earthly blessings in my life, the very fact that the Lord removed all my sins and my transgressions and put it to the depth of the sea, that it can never again rise up again, that
it gives me all the energy to go and praise God with all my heart without any reservations. Hallelujah. Hallelujah. അതുകൊണ്ട് ഞാൻ രോഗിയായിരുന്നാലും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എനിക്ക് പ്രയാസമില്ല കേട്ടോ. That is why even if I am a sick person, I don't have any difficulty in praising God. എന്റെ ജോലി നഷ്ടപ്പെട്ടാലും സ്തോത്രം, എന്റെ വീട് ജപ്തിയായാലും എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു തടസ്സവുമില്ല. അവൻ എന്റെ അകൃത്യങ്ങളെ മോചിച്ചു, എന്നോട് അവൻ കരുണ കാണിച്ചു. Therefore, even if I lose my job or they impound my house, I don't have any problem in worshiping my God because He removed my transgressions. Hallelujah. അതുകൊണ്ട് അകൃത്യങ്ങൾ മോചിക്കപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. That is why those people who have experienced this freedom in the Lord and who have had their transgressions removed from their lives, let them praise God tonight. ഇനിയും ഒരിക്കലും പിശാച് വന്ന് നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ കുത്തിപ്പൊക്കി നമ്മെ അസ്വസ്ഥരാക്കുവാൻ അനുവദിക്കരുത് കേട്ടോ. Satan, you should never allow and give permission to Satan to come and remind you of your old sins and make you restless in your life. എന്നാൽ പിശാച് നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർമ്മപ്പെടുത്തി നമ്മെ അധൈര്യപ്പെടുത്തുവാൻ വരുമ്പോൾ ഈ കാര്യം അവനെ ഒന്ന് ഓർമ്മിപ്പിടിച്ചേക്കണം. Whenever the Satan comes to you knocking at your door trying to remind you of your past life and your past sins, you should remind him of this fact that the Lord has told you. ദൈവം നമ്മുടെ പാപങ്ങളെ ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നമ്മിൽ നിന്നും അകറ്റിയിരിക്കുന്നു. The Lord has removed our transgressions as far as the east is from the west. അതുപോലെ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് അവൻ ആ അധർമ്മങ്ങളെ ഇട്ടുകളയുന്നു, പിന്നെ അവൻ ഒരിക്കലും അതിനെ ഓർക്കുന്നില്ല. And in the same way he casts away all our transgressions into the depth of the sea, and he remembers them nevermore. അത് നാം ഓർക്കുന്നെങ്കിൽ എല്ലായ്പ്പോഴും രക്ഷയുടെ സന്തോഷത്താൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ നമുക്കിടയാകും. And if we are able to remember that and remind ourselves, we can always rejoice in the joy of our salvation. Hallelujah. സ്തോത്രം. Praise the Lord. ദൈവം നമ്മോട് കരുണ കാണിച്ചതിന്റെ രണ്ടാമത്തെ അടയാളമാണ് നാം ചിന്തിച്ചത്. And we were seeing the second symbol or second proof of how God showed us mercy. അതുകൂടാതെ മൂന്നാമതൊന്നും നാം ആ വായിച്ച 18ാമത്തെ വാക്യത്തിലുണ്ട്. And we find the third part in the verse 18 that we read. മീഖ 7ന്റെ 18ാമത്തെ വാക്യത്തിലാണ് നാം അത് കാണുന്നത്. We find that in Micah chapter 7 verse 18. അവിടെ നാം കാണുന്നത് സ്തോത്രം, എന്നേക്കും അവൻ കോപം വെച്ചുകൊള്ളുന്നില്ല. Here we find that he does not retain his anger forever. നമ്മോടുള്ള ദൈവത്തിന്റെ കോപം അവൻ എന്നേക്കും വെച്ചുകൊള്ളാതെ നമ്മോട് കരുണ കാണിച്ചു എന്ന് ഈ രാത്രിയിൽ നാം മറക്കരുത്. We should not forget tonight that God did not retain his anger towards us forever, and he showed us compassion and mercy. അഥവാ അവൻ നമ്മോട് കോപം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും സന്ധ്യാകാലത്തേക്കായിരുന്നു. Even if his anger was kindled against us, it was only till the sunset. എന്നാൽ രാവിലെയോ അവൻ നമ്മെ ആനന്ദഘോഷം ധരിപ്പിക്കുന്നു. But every morning he clothes us with gladness and joy. നാം വിലാപങ്ങൾ 3:22-23 കണ്ടു. ദൈവത്തിന്റെ കരുണ എല്ലാ രാവിലെ തോറും പുതിയതാണ്. In Lamentations 3 verse 22 and 23 we saw every morning his grace and his mercy is new. അവൻ തന്റെ കോപം നമ്മോട് വെച്ചുകൊണ്ടിരിക്കാത്തതുകൊണ്ട് ദൈവത്തിനു സ്തോത്രം. Praise God because he does not retain his anger towards us forever. ഇത് നമ്മുടെ സാക്ഷ്യമല്ലേ സഹോദരങ്ങളെ? Isn't this our testimony, dear brethren? ദൈവം നമ്മോട് ചിലപ്പോഴൊക്കെ കോപിച്ചിട്ടുണ്ട്, സത്യമാ. Sometimes the Lord has been angry against us. പക്ഷേ അവൻ നമ്മോട് തന്റെ കോപം വെച്ചുകൊണ്ടിരുന്നില്ല. But he did not retain his anger against us. പെട്ടെന്ന് അവൻ തന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞു. Very quickly he removed his anger away from us. നാം സങ്കീർത്തനം 78 അത് വായിച്ചായിരുന്നു. Psalm 78 also we mentioned about that. 38-39 വാക്യങ്ങൾ അതാണ് നമ്മെ പഠിപ്പിച്ചത്. Verse 38 and 39 teaches us the same thing. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനുള്ള
കരുണ കാണിച്ചതിന്റെ മൂന്നാമത്തെ വസ്തുതയാണ് ദൈവം നമ്മോട് കോപം വെച്ചുകൊണ്ടിരിക്കുന്നില്ല. And the third point that we can praise God and thank God in our lives because of His mercy is that He does not retain His anger towards us. പലപ്പോഴും ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ കോപത്തിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞെങ്കിലും ഞാൻ നിങ്ങളെ കരുണയോടെ വീണ്ടും ചേർത്തുകൊള്ളും. Many times the Lord has told the children of Israel, in my anger I rebuked you and I pushed you away, but in my kindness and mercy I gathered you towards me. അതാണ് 103-ാം സങ്കീർത്തനത്തിൽ വീണ്ടും നാം വായിക്കുന്നത്. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. That is what we read in Psalms 103. As a father feels pity towards his children, in the same way the Lord feels compassion towards us. ഞാനും 2 മക്കളുടെ പിതാവാണ്. I am also a father of 2 children. ഞാനും ചിലപ്പോൾ ഡിസിപ്ലിനിങ്ങിന്റെ ഭാഗമായി മക്കളെ അടിച്ചിട്ടുണ്ട്. I have also disciplined my children and have used the rod against them. ചിലപ്പോൾ ദേഷ്യം കൊണ്ട് അടിച്ചിട്ടുണ്ട്. Sometimes I have hit them with anger. ചിലപ്പോൾ അവരുടെ ശരീരം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. And sometimes I have hit them so that in a way that they have had marks in their bodies. അവര് വിഷമിച്ച് ദുഃഖിച്ച് കരഞ്ഞ് ഉറങ്ങിയ വേളകൾ എനിക്ക് ഓർമ്മയുണ്ട്. And I still remember the days when they were very sad and they were disheartened and they have slept in tears. എന്നാൽ എൻ്റെ കോപം മാറി, എൻ്റെ വികാരം അടങ്ങി, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവർക്കൊപ്പം ഉറങ്ങിയ നാളുകൾ എനിക്ക് ഓർമ്മയുണ്ട്. But I also remember the nights when my anger was gone away, when I went to them with love and I have hugged them and cried and slept with them. ഒരു സാധാരണ മനുഷ്യനായ എന്നിൽ അങ്ങനെയാണെങ്കിൽ കരുണാമയനായ സ്വർഗസ്ഥ പിതാവ് നമ്മെ ചിലപ്പോഴൊക്കെ ക്രോധത്തിൽ അടിച്ചിട്ടുണ്ടെങ്കിലും അവൻ തന്റെ കരുണയോടെ നമ്മിലേക്ക് അടുത്തു വന്ന് കോപം വെച്ചുകൊണ്ടിരിക്കാഞ്ഞ കരുണാധിക്യത്തിനായി ദൈവത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. If a normal human being, if I can do like that, how much more of a God who is a compassionate God, who is an eternal Father. He does not keep His anger against us, but He comes towards us with compassion and love, and for that we praise God and we thank God. നമ്മളിതാണ്ട് എല്ലാവർക്കും ഈ സാക്ഷ്യം പറയാൻ പറ്റില്ല ഇന്ന്. Can we all join together and say this testimony in our lives? ചില സന്ദർഭങ്ങളിൽ അവൻ നമുക്ക് മുഖം തിരിച്ചിട്ടുണ്ട്. There were times when He hid His face from us. പക്ഷേ അവൻ തന്റെ കോപം വെച്ചുകൊണ്ടിരുന്നില്ല. But He did not keep His anger against us forever. നമ്മുടെ ശത്രു ആഗ്രഹിച്ചു ദൈവം എപ്പോഴും നമ്മോട് എതിരായിരിക്കുമെന്ന്. Our enemy desired that the Lord be against us all the time. എന്നാൽ ഇല്ല, അവൻ നമ്മോട് കോപത്തോടെ പിന്നീട് ഇടപെട്ടില്ല. But no, God did not deal with us in His anger anymore. സന്ധിയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസിങ്കലോ ആനന്ദഘോഷം വരുന്നെന്നാണ് തിരുവെഴുത്ത്. You may have tears and mourning in the night, but early in the morning you will have joy and dancing. അടിയുണ്ട് കരഞ്ഞ് ഉറങ്ങിയ കുഞ്ഞ് രാവിലെ പക്ഷേ എഴുന്നേൽക്കുന്നത് പപ്പായുടെ മടിയിലാണ്. Or the child who got beating and who slept with crying and tears in his eyes woke up with joy in the arms of his father. അതുപോലെ ദൈവം നമ്മോട് കരുണ കാണിച്ചിട്ടില്ലേ? In the same way the Lord has been gracious towards us. ഇന്ന് രാത്രി നന്ദിയുള്ളവരായിരിക്കാൻ കഴിയുമോ? Can we be grateful to the Lord this evening? ദൈവത്തിന്റെ കരുണ ഓർക്കാൻ സാധിക്കുമോ? Can we remember His mercy towards our lives? ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ പാപത്തിൽ നമ്മെ ഉപേക്ഷിക്കാതെ തന്റെ കോപത്തിൽ നമ്മെ വിട്ടുകളയാഞ്ഞ ദൈവം കരുണയുള്ളവനാണ്. Dear you, dear children, the Lord who did not forsake us in our sins, He is indeed a merciful and compassionate God. Hallelujah. Hallelujah. മൂന്നാമത്തെ സംഗതി, സമയ ചുരുക്കത്താൽ ഞങ്ങൾ വേഗത്തിൽ പോകുകയാണ്. And so due to lack of time, we are going ahead with the third thing. ദൈവം തന്റെ കോപം നമ്മോട് വെച്ചുകൊണ്ടിരുന്നില്ല, അതും കരുണയുടെ പ്രദർശനമാണ്. God did not retain His anger towards us forever, which is the display of His compassion and mercy. നാലാമത്തെ കരുണയുടെ പ്രവൃത്തിയിലേക്ക് വരാം. The fourth act of kindness. സ്തോത്രം. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതുവരെയും നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തി നമ്മെ പരസ്യകോലമാകുവാൻ അനുവദിക്കാഞ്ഞത് ദൈവത്തിന്റെ കരുണയാണ്. It is purely the mercy of God that He did not make a spectacle of our lives
and display our transgressions in the sight of everyone. നമ്മുടെ ജീവിതത്തിൽ പല രഹസ്യ പാപങ്ങളുമുണ്ട്. There are many secret sins of our lives. ഇല്ലെന്ന് പറയാൻ തന്റെ ഇടം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. I don't think if anybody has that confidence to say that I never had any secret sin. ആരും അറിയരുതേ, ദൈവം പോലും അറിയരുതേ എന്ന് ആഗ്രഹിക്കുന്ന പല പാപങ്ങളും നമ്മിൽ പലരുടെയും ഉള്ളങ്ങളിൽ ഇന്നും അടക്കി വെച്ചിട്ടുണ്ട്. There are many occasions where we say nobody should know about this. What if God also might not know about this, it would be good, and we have hidden a few facts in our lives. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ യോഗത്തിന് പോകുന്നത് ആരും എന്നെ ഡിസേൺ ചെയ്യല്ലേ, വിവേചിക്കരുത് എന്നും പറഞ്ഞ. Many a times we go to some meetings by saying, oh God, have mercy that nobody may discern me. ഇതുവരെ നമ്മുടെ രഹസ്യ പാപങ്ങളെ ദൈവം അങ്ങനെ പരസ്യപ്പെടുത്തിയിട്ടില്ല. Till now the Lord has not made us a public display and a spectacle in front of people. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഒരു കാര്യം പറയുന്നുണ്ട്. 2 Corinthians chapter 4 we find that Paul is talking about one thing. പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്, ലജ്ജാകരമായ രഹസ്യങ്ങളെ ഞങ്ങൾ ത്യജിച്ചു എന്ന്. And here he is saying that we have renounced the things that are hidden because of shame. അതെ, പല ലജ്ജാകരമായ രഹസ്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. There were many hidden things of shame in our lives. പക്ഷേ ദൈവം അതിൽ പലതും ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. The Lord did not make it a public spectacle through our lives. നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്, പലരുടെയും രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തിയിട്ട് തലയിൽ മുണ്ടിട്ട് തല കുനിച്ച് ക്യാമറയ്ക്ക് മുഖം കൊടുക്കാതെ കൈകൊണ്ടോ ഉടുപ്പ് കൊണ്ടോ ഒക്കെ മുഖം മറച്ചു പോകുന്ന മനുഷ്യരെ. We have seen many sites where people secret shameful acts have been made a public display, and they cover their heads, they bow down their heads, they try to cover their faces with their hands or with their clothes, and they try to walk away. ഇന്നുവരെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സഭയുടെയും സമൂഹത്തിൻ്റെയും മധ്യത്തിൽ തലകുനിക്കുവാൻ അനുവദിക്കാതെ നമ്മെ നിർത്തിയത് ഇന്ന് രാത്രി ഒന്ന് ഓർത്തു നോക്കിക്കേ. Can you think back and see